ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വണക്കം, തിരുഹൃദയ ഭക്തി ആചരിക്കുവാൻ തിരുസഭ നമ്മളെ ആഹ്വാനം ചെയ്യുമ്പോൾ, അതോടൊപ്പം തന്നെ ജൂൺ മാസം 21-ാം തീയതി ലോക സംഗീത ദിനം കൂടെയാണ്. എല്ലാറ്റിനും ഉണ്ട് ഓരോ ദിനം. ഇതാ അപ്പന്മാരെ സ്മരിക്കാൻ ഫാദേഴ്സ് ഡേ ഉണ്ട്, അമ്മമാർക്ക് വേണ്ടി മദേഴ്സ് ഡേ ഉണ്ട്, അങ്ങനെ ഓരോന്നിനും ഓരോ ദിവസമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സംഗീതപ്രേമികൾക്കായി സംഗീതത്തിൽ സമഗ്രമായ സംഭാവനകൾ ചെയ്തവരെയും സംഗീതം ഇഷ്ടപ്പെടുന്നവരെയും സംഗീതത്തിലൂടെ ശുശ്രൂഷകൾ ചെയ്യുന്നവർക്കും എല്ലാം ഇതാ സന്തോഷിക്കാൻ ഒരു ദിവസം, അവരെ അനുസ്മരിക്കാൻ, അവർക്ക് പ്രവർത്തിക്കാൻ, അവരുടെ അവസ്ഥകൾ പങ്കുവെക്കാൻ ഒരു ദിവസം. അതാണ് ജൂൺ 21. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ദൈവവചനത്തിൽ ഈ സംഗീതത്തിൻ്റെ പ്രാധാന്യം അഗസ്റ്റിൻ പറയുന്നുണ്ട്. പാടുന്നവൻ, തിരുസഭാ പണ്ഡിതനും വിശുദ്ധനുമായ അഗസ്റ്റിൻ്റെ പാടുന്നവൻ ഇരട്ടി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തെ ആരാധിച്ച് പൗലോസും സീലാസും കീർത്തനം പാടി. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 25 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ, 31 വരെ, 16, 25 മുതൽ 31 വരെ. പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ ആരാധിച്ചപ്പോൾ കാരാഗ്രഹവാതിലുകൾ തുറക്കപ്പെട്ടു, ചങ്ങലകൾ പൊട്ടി, കെട്ടുകൾ പൊട്ടി, ബന്ധനങ്ങൾ അഴിഞ്ഞു. ഇതാ കാവൽ നിന്നവർ അവരുടെ കാൽക്കൽ വീഴുന്നതിലേക്ക് യജമാനന്മാരെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അവർ ചോദിക്കുകയാണ്. അവരുടെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നവർ തലകീഴ് മറിഞ്ഞ് അവരുടെ കാൽക്കൽ വരുന്ന അവസ്ഥ. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ പല വഴികൾ പരിശോധിച്ചു, പല വഴിക്ക് ഓടി, ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയില്ല. ഉള്ള ശബ്ദവും ഈണവും മതി. ദൈവം തന്ന ആ ശബ്ദവും ഈണവും വെച്ച് ദൈവത്തെ പാട്ടുപാടി സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുവാൻ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കി കളയാതിരിക്കുക. ദൈവത്തെ ആരാധിച്ച് എല്ലാം മറന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ധ്യാനങ്ങളും ശുശ്രൂഷകളും നടക്കുമ്പോൾ, ആരാധനയൊക്കെ നടക്കുമ്പോൾ ഗാന ശുശ്രൂഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട പങ്കാണ്. കാരണം ഞാൻ ഓർക്കുകയാണ്, ഗാനശുശ്രൂഷയിലൂടെ ദൈവത്തെ ആരാധിക്കുന്ന അവസരങ്ങളിലാണ് ഒത്തിരി ഡെലിവറൻസ്, ഒത്തിരി പരിശുദ്ധാത്മ ശക്തി തുറയുന്ന അനുഭവങ്ങൾ, ക്യാൻസർ രോഗി പോലും ലൈവായിട്ട് സൗഖ്യപ്പെട്ട അനുഭവങ്ങൾ പിന്നീട് വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മുഴ കാണാനില്ലെന്നും പറഞ്ഞ് ഓടി വന്നത് ഓർക്കുകയാണ്. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്ന രോഗി ഓപ്പറേഷന് പോകുന്നതിന് മുമ്പ് ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ ഇതാ ഗാനശുശ്രൂഷയിലൂടെ, പ്രൈസ് ആൻഡ് വർഷിപ്പിലൂടെ വചനം കേട്ട് ആരാധിച്ചു കൊണ്ടിരുന്ന് പിന്നെ ഓപ്പറേഷന് വേണ്ടി ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ആളെ തന്നെയാണോ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയുക എന്ന് ചോദിച്ചാൽ പല അനുഭവങ്ങൾ കഴിഞ്ഞ 36 വർഷത്തിനുള്ളിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ശുശ്രൂഷ മാത്രമായിട്ട് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. ഗുഡ്നസ് ടിവിക്ക് വേണ്ടി പ്രൈസ് ആൻഡ് വർഷിപ്പ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യും, അതുപോലെ ഗാനശുശ്രൂഷയിൽ അതിലംഗമായിരുന്നിട്ട് ചെയ്യും. ഗുഡ്നസ് ടിവിക്ക് വേണ്ടിയുള്ള കുർബാനയിൽ ഒക്കെ ഗാനശുശ്രൂഷയിൽ പാടാനുള്ള അവസരങ്ങൾ. 5 വർഷം ഉണിച്ചിറ സെയിൻറ്റ് ജൂഡ്സ് പള്ളി, അവിടപ്പള്ളി ടോളിൻ്റെ അടുത്താണ്, അവിടെ 5 വർഷം ആ പള്ളിയിൽ കീബോർഡിസ്റ്റായിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അതുപോലെ സെയിൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റ് പള്ളി, ഞങ്ങളുടെ മാതൃദേവാലയം, അതുപോലെ ചളിക്കോട്ടം ശാന്തിനാർ സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ 2 കൊയർ ടീമിലായാൽ രണ്ടാമത്തെ കൊയർ ടീം ഞങ്ങൾ 12 വർഷക്കാലം അപ്പനും മക്കളും കാറ്റക്കിസം ശുശ്രൂഷയോടൊപ്പം തന്നെ 10-20 പിള്ളേരെയൊക്കെ പാട്ടൊക്കെ പഠിപ്പിച്ചെടുത്ത് 12 വർഷക്കാലം ഇങ്ങനെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. പുത്തമ്പേലിക്കര അസീസി ഭവനിൽ പല ധ്യാനങ്ങളിലും വചനപ്രഘോഷണ ശുശ്രൂഷ പ്രോഗ്രാം കോർഡിനേറ്ററായിട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ അവിടെ ഓർഗൻ വായിച്ച് പാട്ട് പാടാൻ പല ധ്യാനങ്ങളിലും അങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൂടാതെ തലങ്ങും ബലങ്ങും പല ധ്യാനഗുരുക്കന്മാരോടൊപ്പം പലതവണ, മെയിനായിട്ട് എനിക്കിഷ്ടമുള്ള വിഷയം വചനപ്രഘോഷണമാണ്. എങ്കിലും ചില അവസരങ്ങളിലൊക്കെ ഈ ഓർഗണം പിടിച്ചുകൊണ്ടുപോയി പാടി സ്തുതിക്കുന്ന. അതുപോലെ നമ്മുടെ സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ കഴിഞ്ഞ 36 വർഷമായിട്ട് ഓർഗൺ വായിച്ച് ദൈവത്തെ ആരാധിച്ച് പാടുകയും ഗാനശുശ്രൂഷ ലീഡ് ചെയ്യുകയും ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലെല്ലാം ഗാനശുശ്രൂഷക്ക് ദൈവത്തെ ആരാധിക്കുകയും അനേകം പാപികളുടെ മാനസാന്തരത്തിനും രോഗികളുടെ സൗഖ്യത്തിനും കെട്ടുകൾ പൊട്ടുന്നതിലും അഗൈതവമായ അത്ഭുതപൂർവമായ
പങ്കുണ്ട് എന്ന് അനുഭവിച്ചറിഞ്ഞ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന പാട്ടിൻ്റെ വരികൾ പാടിക്കൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ ഇന്ന പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് മനസ്സ് തുറന്നത് അല്ലെങ്കിൽ രോഗശാന്തി കിട്ടിയതെന്ന് പലരും സാക്ഷ്യപ്പെടുന്ന. അപ്പോൾ ദൈവവചനങ്ങൾ അടങ്ങിയ ഈ പാട്ടുകളെല്ലാം ഉദാഹരണമായിട്ട് പറയാം, ഞാനൊക്കെ നവീകരണത്തിലോട്ട് വരുന്ന കാലഘട്ടത്തിൽ പാടിയിരുന്നത് ആഹ്ലാദചിത്തരായ സങ്കീർത്തനങ്ങളായി. 81-ാം സങ്കീർത്തനം, ആഹ്ലാദചിത്തരായ സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ, ശക്തി സങ്കേതമം ഉന്നതനീശനെ പാടിപ്പുകഴ്ത്തിടുവിൻ, പാടിപ്പുകഴ്ത്തിടുവിൻ. സങ്കീർത്തനം മുഴുവൻ പ്രാർത്ഥനയും പാട്ടുമാണ്, സങ്കീർത്തനം പാട്ടുകളാണ്. അപ്പോൾ ഇതാ പാടിപ്പുകഴ്ത്തി ശക്തി സങ്കേതമാം ഉന്നതനീശനെ പാടിപ്പുകഴ്ത്തിടുവിൻ, തപ്പുകൾ കൊട്ടുവിൻ, കിന്നര വീണകൾ ഇമ്പമായി മീട്ടിടുവിൻ, ആർത്തുഘോഷിക്കുവിൻ, കാഹളം മുഴക്കുവിൻ, ആമോദമോടെ വാഴ്ത്തുവിൻ. ആമോദം എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷത്തോടെ. തപ്പ് കൊട്ടിയാലും കിന്നരം മീട്ടിയാലും ആർത്തുപാടിയാലും എന്തെല്ലാം ചെയ്താലും ഇതാ പാടും തോറും കൂടുതൽ സന്തോഷം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ഹൃദയത്തിന് തുറവി, മാനസാന്തരം. എത്ര അനങ്ങൂല കൊലുങ്ങൂലെന്ന് പറയുന്നവർ പോലും അവരുടെ കെട്ടുകളൊക്കെ പൊട്ടുന്ന, ഇവിടെ ആരാധിച്ച് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നടക്കേണ്ട സ്ഥലത്ത് എവിടെ മാറ്റം വേണോ, ആരോ ഓർത്ത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അവിടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ. അത്രയ്ക്ക് മാസ്മരികമായ ശക്തിയാണ് സംഗീതത്തിന് ഉള്ളത്. ദാവീദ് കിന്നരം മീട്ടി ദൈവത്തെ ആരാധിച്ചപ്പോൾ, കിന്നരം കൊണ്ട് ദൈവത്തെ സ്തുതിച്ച് പാടി സ്തുതിച്ചപ്പോൾ ഇതാ സാവൂളിനെ ആവേശിച്ചിരുന്ന പിശാച് വിട്ടുപോയി എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ബൈബിളിലുടനീളം ഇതുപോലത്തെ നിരവധി അനുഭവങ്ങളുണ്ട്. വീണ്ടും 150-ാമത്തെ സങ്കീർത്തനത്തിൽ, സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ, മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടിപ്പുകഴ്ത്തിടുവിൻ, നിത്യം പാടിപ്പുകൾ. അങ്ങനെ നിത്യം പാടി, എപ്പോഴും പാടി ദൈവത്തെ സ്തുതിക്കണം. കഴിഞ്ഞ ദിവസം ഷൈനി എന്ന് പറഞ്ഞൊരു സഹോദരിയുടെ സാക്ഷ്യം ഈ കൂട്ടായ്മയിൽ വചനം കേൾക്കാൻ വന്ന സഹോദരിയുടെ ക്യാൻസർ മാറിയ സാക്ഷ്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മക്കാണെന്നറിയുന്നു ഞാൻ. ഈ വരികൾ കേട്ടപ്പോൾ അന്ന് കൂട്ടായ്മയിൽ വന്ന് പാടി 1.25 മണിക്കൂർ ഞങ്ങൾ ഈ പാട്ട് മാത്രം പാടി ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സഹോദരി ആദ്യമായിട്ട് അന്ന് ക്യാൻസർ പിടിപെട്ട അവസ്ഥയുമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ആരോ പറഞ്ഞു വിട്ട് അങ്ങനെ വന്നിരിക്കുക. പക്ഷെ അന്ന് അത്ഭുതകരമായിട്ട് കർത്താവ് ദൈവത്തെ പാടി ആടി ആരാധിച്ച് സ്തുതിച്ച് അത്ഭുതകരമായിട്ട് വിടുതലുണ്ടായി. യൂട്യൂബിൽ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇതിൽ കഴിഞ്ഞ ദിവസം. അതുപോലെ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. എങ്ങനെ ആത്മനദിയായി ഒഴുകണമേ. ഒഴുകിയിറങ്ങും, കഴുകിക്കളയും, അഭിഷേകം നിറക്കും. ഈ പാട്ട് ഒരിക്കൽ ഇതുപോലെ കൂട്ടായ്മയെ പാടി അന്ന് പാടി പഠിപ്പിച്ച് പാടി സ്തുതിച്ച് അന്ന് ആദ്യമായിട്ട് വന്ന, ഇനി പോകാത്ത ഓടാത്ത ധ്യാന സെൻ്ററും കൂട്ടായ്മയൊന്നുമില്ല, അങ്ങനെയുള്ള ഒരു ജോർജ് എന്ന് പറഞ്ഞ സഹോദരൻ. അപ്പോൾ അദ്ദേഹത്തിന് ഈ പാട്ട് ഒത്തിരി ഹൃദയത്തിൽ സ്പർശിച്ചു. സ്വന്തം അനുഭവമായിട്ടുള്ള രീതിയിൽ ഉള്ളു തുറന്ന് അന്ന് പാടി പ്രാർത്ഥിച്ചു. സാമ്പത്തികമായിട്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു. അതുപോലെ ഇനി മുട്ടാത്ത വാതിലുകളില്ല. അദ്ദേഹം ഒരു പഴയ എക്സ് ഗൾഫുകാരനായിരുന്നു. മകന് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഗൾഫ് ജോലിക്ക് വേണ്ടി ഒരു ഓപ്പണിംഗ് പോലും കിട്ടുന്നില്ല. ആരെങ്കിലും വിളിക്കാതെ ഓപ്പണിംഗ് കിട്ടും, അത് നല്ല രസമെന്ന് പറയും. എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് ഏജ് ഓവറായി, അപ്പന് മകന് അങ്ങനെ കടവും പണയോ. പക്ഷെ അന്ന് കൂട്ടായ്മയിൽ ഈ വരികൾ പാടി സ്വന്തമായിട്ട് തീ ഇറങ്ങി. അത് അന്നത്തെ ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ ആരോ ലീവിന് വന്ന ആരോ ഇങ്ങോട്ട് വന്ന് ചോദിച്ചു, മകനെ കൊണ്ടുപോട്ടെ എന്നും പറഞ്ഞ് ബയോഡാറ്റൊക്കെ മേടിച്ചു കൊണ്ടുപോയി ഫ്രീ ആയിട്ട് പുറത്തു പോകാനുള്ള
ചാൻസ് കിട്ടി. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. വിദേശത്തേക്ക് കൊണ്ടുപോയി. പരിചയമുള്ള ആൾ വഴി ആയതുകൊണ്ട് എല്ലാം സേഫായി. ലക്ഷങ്ങളൊന്നും വാരി കൊടുക്കേണ്ടി വന്നില്ല. കുടുംബത്തിന് അങ്ങനെ ഒരു അത്താണി, ഒരു വഴി തുറന്ന് കിട്ടി. അപ്പോൾ ദൈവത്തെ എല്ലാ സൃഷ്ടികളും എല്ലായ്പ്പോഴും ദൈവത്തെ ആരാധന, നമുക്കുള്ള ശബ്ദം മതി, ഈണം മതി, ദൈവത്തെ പാടി സ്തുതിക്കുവാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കണം. കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യം, പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന്, കൃതജ്ഞത നിറഞ്ഞ ഹൃദയം, അതായത് താങ്ക്ഫുൾ ആകണം. എന്താ, കിട്ടിയതായിട്ട് കണ്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റണം. സ്വാർത്ഥതയുള്ള കാര്യം, അഹങ്കാരം നിറഞ്ഞ കാര്യങ്ങളും പാപകരമായ കാര്യത്തിന് വേണ്ടിയല്ല. ദ്രവ്യാസക്തിയും മദ്യാസക്തിയും ധനമോഹവും തൃപ്തിപ്പെടുത്താനല്ല. ന്യായമായ കാര്യങ്ങളാണെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ കിട്ടിയതായിട്ട് കണ്ട്, അതായത് കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായിട്ട് വസിക്കട്ടെ. കൊളോസോസ് 3:16. എൻ്റെ സ്വന്തം അനുഭവത്തിൽ പറയുകയാണ്. 36 വർഷം മുമ്പ് ആലപ്പുഴ IMSലാണ് ഞാൻ ആദ്യമായിട്ട് ധ്യാനം കൂടിയത്. ധ്യാനം എന്താ, വചനം എന്താ ഒന്നും അറിയില്ല. പാട്ടിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിതം അടിമുടി മറിച്ചു. പ്രത്യേകിച്ച് എൻ്റെ അപ്പനെ ഓർത്ത്, അപ്പം കുടിച്ച് ഓരോക്കെ ഛർദ്ദിച്ച് ബിസിനസ്സെല്ലാം തകർന്ന് ദാരിദ്ര്യവും കീറത്തുണിയും മാത്രമായിരിക്കുന്ന അവസ്ഥയിലാണ്. പക്ഷേ വചനമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ പാട്ടൊക്കെ ആയിരുന്നു. ആഹ്ലാദ ചിത്തരായി സങ്കീർത്തനങ്ങളാ യേശുവേ എൻ ജീവനെ നമോ നമോ. ജീവന അതുപോലെ ചേർത്ത് പിടിച്ച് പാടി, യേശുവേ എൻ ജീവനെ നമോ നമോ. സർവവും ഭരിച്ചിടുന്ന സുരലോക നായക, നീ വാനോർ വാഴ്ത്തും നായക, ഞങ്ങളിൽ വാനോർ വാഴ്ത്തും നായക. വന്നനുഭവം എന്നിൽ മാത്രമല്ല, എൻ്റെ ഭവനത്തിൽ, അതിൻ്റെ പടിക്കകത്ത് കയറ്റില്ല, കയറാനും പറ്റത്തില്ല. അങ്ങനത്തെ കെട്ടപ്പെട്ട അവസ്ഥയായിരുന്നു. പക്ഷെ അപ്പൻ്റെ മദ്യപാനം മാറി, ഞങ്ങളുടെ കീറത്തുണി മാറി, കടബാധ്യതകൾ മാറി, ഞങ്ങൾക്ക് നിധി കിട്ടിയെന്നും പറഞ്ഞ് ഉള്ള സാധനം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ആളുകൾ വരാൻ തുടങ്ങി, പ്രാർത്ഥിക്കാനും പ്രാർത്ഥിപ്പിക്കാനും. നിങ്ങൾ എന്ത് പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത്, ഏത് വചനമോ പ്രാർത്ഥിച്ചത്, എന്ത് ധ്യാനമോ കൂടിയെന്ന്. അപ്പനും ഭരണങ്ങാനം അസീസിയിലാണ് ആദ്യത്തെ ധ്യാനം. ആർമണ്ട് അച്ഛൻ, ഇന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നൊരു വൈദികൻ, അച്ഛൻ മരിച്ചുപോയി. ബഹുമാനപ്പെട്ട ആർമണ്ട് അച്ഛൻ്റെ, വിൻസെൻ്റ് അച്ഛൻ്റെയൊക്കെ ധ്യാനമാണ്, കപ്പച്ചും വൈദികരുടെ ധ്യാനമാണ്. അപ്പച്ചൻ അവിടെയാണ് കൂടിയത്. അപ്പോൾ ദൈവം ഏത് വഴിയിലൂടെയാണ് വിളിക്കുന്നതെന്നും നമുക്കറിയില്ല. കടങ്ങൾ മാറും, രോഗങ്ങൾ മാറും. ദൈവത്തെ ആരാധിച്ച് പാടി സ്തുതിച്ച്, അതുപോലെ ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൂഴിയിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ഇങ്ങനെ പാടി ആരാധിച്ചതിൻ്റെയൊക്കെ ഒരു ഫലമാണ് തൊണ്ടയൊക്കെ അടഞ്ഞ് തൈറോയ്ഡ് ഗ്ലാൻഡ് അകത്ത് മുഴ വന്നിട്ട് പോലും കർത്താവ് വീണ്ടും ഓരോ ഓപ്പറേഷനും ഇല്ലാതെ, ഇപ്പം ടെസ്റ്റ് ചെയ്താൽ പോലും ഒരു വിറ്റാമിൻ ഗുളി പോലും കഴിക്കുന്നില്ല. അതെല്ലാം കർത്താവ് ഡോക്ടർമാരെ പോലും അത്ഭുതപ്പെടുത്തി ഓരോ ഓപ്പറേഷനും ഇല്ലാതെ വെച്ച് തന്നു. പക്ഷെ വന്നതുപോലെ കുറേ ദിവസം ആ അവസ്ഥയിലൂടെ കടന്നുപോയി, അത് മാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ആരാധിച്ച് തീക്ഷ്ണമായിട്ട് ദൈവത്തെ പാടിയും ആരാധിച്ചും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അടഞ്ഞ വഴികളെ കർത്താവ് തുറന്നു തരും. ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഇതാ രക്ഷകനായ യേശുവിൻ്റെ ജനനത്തിലെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം പാടിയ ആ മാലാഖമാർ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഇതാ അപ്പോൾ ആ മംഗളവാർത്ത, ആ സൽവാർത്ത ഇന്നും ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിറയുകയാണ്. വീണ്ടും 1 കൊരിന്തോസ് 14:15. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പൗലോസിക ചോദിക്കുകയാണ്. ഞാൻ എൻ്റെ ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും പാടുകയും ചെയ്യും. പാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമൻ രക്ഷകൻ നാമത്തിന്.
പാടുവിൻ 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 സ്തുതി പാടുവിൻ പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഒരു 5 കോടി രൂപയുടെ കേസ് ഒരു ധ്യാനേന്ദ്രത്തിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ്സും കഴിഞ്ഞിറങ്ങിയപ്പോൾ അവർ ആ വിളിച്ച ധ്യാനേന്ദ്രക്കാർ പറഞ്ഞു, ഒരമ്മയും മോനെയും കണ്ടിട്ട് വേണം കേട്ടോ ബ്രദറെ, ഒന്ന് പോകാം പ്ലീസ്, ഒരു 10 മിനിറ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഒന്ന് പ്രാർത്ഥിക്കാനാണ്. 5 കോടി രൂപയുടെ ഒരു കേസ്. അപ്പോൾ അവരോട് വെളിപാട് 7:12 വചനം പറഞ്ഞു കൊടുത്തു. ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുന്ന ഒറിജിനൽ പവർ ഓഫ് അറ്റോർണി നഷ്ടപ്പെട്ടതുകൊണ്ട് കേസ് എസ് പാർട്ടി വിധിയാകുന്ന അവസ്ഥ. പക്ഷേ ന്യായമനുസരിച്ച് ഇവർക്കുള്ളതാണ്, പക്ഷേ ഒറിജിനൽ നഷ്ടപ്പെട്ടു പോയി. കേസ് എസ് പാർട്ടി വിധിയാകും, കേസിൻ്റെ ചിലവും കൊടുക്കണം, നാണക്കേട് ബാക്കി. പക്ഷേ വചനം വെച്ച് ഞാൻ ഓർക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാന ശക്തിയും ബലവും എന്നേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാന ശക്തിയും ബലവും എന്നേശുവിന്. വെളിപാട് 7:12. ആമേൻ. മഹത്വവും ഈ വരികൾ തന്നെയാണ്. ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും കർത്താവിന്. മറന്നു പോകാതിരിക്കാൻ വേണ്ടി. അരമണിക്കൂറിനുള്ളിൽ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോയവർ ബ്രദർ പോയാന്ന് ചോദിച്ചു. അപ്പം അവിടെ അവർ എനിക്ക് ഭക്ഷണം തന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണേ, അവർ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. കാരണം ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അവരുടെ വക്കീലിൻ്റെ ഓഫീസിൽ നിന്ന് ഒരുപാട് എല്ലാ സ്ഥലത്തും നോക്കിയിട്ട് നഷ്ടപ്പെട്ടു പോയ ഇതാ കേസ് എസ് പാർട്ടി വിധിയാകാനായി ഇനിയൊരു തവണയും കൂടി വിളിച്ച പാർട്ടി വിധിയോ അങ്ങനെ കിടക്കുന്ന ഡോക്യുമെൻ്റ് കണ്ടു കിട്ടി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാന ശക്തിയും ബലവും എന്നേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാന ശക്തിയും ബലവും എന്നേശുവിന്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. വീണ്ടും 105-ാം സങ്കീർത്തനത്തിൽ 2-ാമത്തെ വാക്യത്തിൽ ഗാനശുശ്രൂഷയെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടത്തേക്ക് ഗാനമാലപിക്കുവിൻ, സ്തുതിഗീതങ്ങൾ ആലപിക്കുവിൻ, അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവിൻ. ഗാനങ്ങൾ ആലപിക്കുമ്പോൾ, ഗാനത്തിൻ്റെ വരികൾ ഓർക്കുമ്പോൾ, ഈരടികൾ മൂളുമ്പോൾ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. അതുകൊണ്ടാണ് പാട്ടുപാടി ഇതാ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നത്. വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല, അതിലും അപ്പുറമാണ്. ആലാപത്തോടെ, അഭിഷേകത്തോടെ അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവിൻ. 105:2 സങ്കീർത്തനം. വീണ്ടും 1 സാമുവേൽ 18-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ദാവീദ് ഗോലിയാത്തിനെ സംഹരിച്ചതിന് ശേഷം അവർ മടങ്ങി വരുമ്പോൾ ഇസ്രായേലിലെ എല്ലാ നഗരങ്ങളിലും സ്ത്രീകൾ തപ്പും മറ്റു വാദ്യങ്ങളുമായി ആടിപ്പാടി സന്തോഷത്തോടെ സാവൂളിനെ എതിരേറ്റു. അവർ സന്തോഷം കൊണ്ട് മതിമറന്നു പാടി. സാവൂൾ 1000-ങ്ങളെ കൊന്നു, ദാവീദ് 10,000-ങ്ങളെയും. ഇത് സാവൂളിന് ഇഷ്ടപ്പെട്ടില്ല. ദൈവം കൊടുത്ത വിജയത്തിന് ഇതാ പുകഴ്ത്തി പാടുമ്പോൾ അസൂയക്കാരന് പിശാചി ഇളകുന്ന അവസ്ഥ. അതുകൊണ്ട് പിശാചു വിട്ടുപോകും, ബന്ധനങ്ങൾ അഴിയും, പരിശുദ്ധാത്മാവ് നിറയും, ആത്മശക്തി ഇറങ്ങി വരും. ഇതാ പഴയ സൃഷ്ടിയല്ല, പുതിയ സൃഷ്ടിയായി, നീ ഒരു പുതിയ സൃഷ്ടിയായി മാറും. ഞാനൊരു പുതിയ സൃഷ്ടിയായി മാറും. കേടുവന്ന കോശങ്ങൾ, ശരീരത്തിലെ ക്രമക്കേടുകൾ, തകരാറുകൾ, ശ്വാസതടസ്സങ്ങൾ, നീർക്കെട്ടുകൾ, തടിപ്പുകൾ അതെല്ലാം മാറിപ്പോകും. ദൈവശക്തി ഇങ്ങനെ ഇറങ്ങി വരും. എൻഡോർഫിൻ, ഡോപ്പമിൻ എന്ന് പറഞ്ഞ ഹോർമോണൊക്കെ ഉണ്ട്, സന്തോഷത്തിൻ്റെ ഹോർമോൺ. അതുപോലെ ഇമ്മ്യൂണിറ്റി പവർ. ഡോക്ടർ പറയും കുഴപ്പമൊന്നും കാണില്ല, പക്ഷേ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടാണെന്ന് പറയും. അപ്പോൾ രോഗപ്രതിരോധ ശക്തി കൂടുന്ന ആ ഹോർമോണുകളൊക്കെ നമ്മളിലുണ്ട്. നമ്മൾ എന്തറിഞ്ഞല്ലേ, ദൈവം എന്തെല്ലാം തന്നേക്കണേന്ന് അറിയാമോ? അപ്പോൾ സങ്കീർത്തനം 119:11 പറയുന്നുണ്ട്, അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കാൻ അവിടുത്തെ വചനം
വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ പാപത്തിൽ വീഴാതിരിക്കാൻ മാത്രമല്ല, പ്രതിരോധ ശക്തികളൊക്കെ വർദ്ധിപ്പിച്ചു തരാൻ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, മൺകുടമുടയും തീ കത്തിയിടും ആരാധനയിങ്കൽ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേൻ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേൻ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ജാതി മതം ഒന്നുമില്ലെന്നേ, മനുഷ്യനായ മാത്രം മതി. ഇതാ സർവ്വ സൃഷ്ടികളും 150 സംഘത്തിൽ പറയണ്ട എല്ലാ സൃഷ്ടികളും ദൈവത്തെ സ്തുതിക്കട്ടെ, ആരാധിക്കട്ടെ എന്ന്. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നീതാ. 115 സങ്കീർത്തനത്തിൽ ഞങ്ങൾക്കല്ല കർത്താവേ, കർത്താവേ ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിനെ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസന്മാർ ഞങ്ങൾ, ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ആഹാ, ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ഹാലേലൂയ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കഴിഞ്ഞ ദിവസം ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്തൊക്കെ അവിടുത്തെ കൊച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ വീണ്ടും ആവേ മരിയാവേ ആവേ ആവേ മരിയാവേ ആവേ ആവേ മാരി കൊച്ചു കരച്ചിൽ നിർത്തി. കൊച്ചു കൂടെ ശ്രദ്ധിക്കാനും മൂളാനും തുടങ്ങി. അപ്പോൾ സംഗീതം ഇഷ്ടപ്പെടാത്ത ആരുമില്ല, സംസാരിക്കാൻ പോലും പാകത്തിനായിട്ടില്ല. പക്ഷേ ആവേ മരിയക്ക് വാചാലമാവുന്ന കുഞ്ഞ്. ഇതാ ഭക്തിഗാനങ്ങൾ. എറണാകുളത്തൊരു ആശുപത്രിയിൽ അപകടം പറ്റി മരിച്ചതുപോലെ കിടക്കുന്ന തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഫോണിൽ ഭക്തിഗാനം വെച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നൊരു സംഭവമുണ്ട്. ഫോണിൽ അയാൾക്ക് ഇഷ്ടമുള്ള കേട്ടിട്ടുള്ള ഭക്തിഗാനത്തിൻ്റെ വരികൾ തലക്കൽ ഫോണിൽ ചെറുതായിട്ട് വെച്ചു കൊടുക്കാൻ പറഞ്ഞു. ഒന്നും ചെയ്യാനല്ല, കൊണ്ടുപോയിക്കൊള്ളാൻ ആശുപത്രി എന്ന് പറഞ്ഞതാണ്. പക്ഷേ കൈ പതിയെ ആ പാട്ട് വെച്ചിരിക്കുന്ന ഭാഗത്തേക്ക് കൈ പതിയെ എടുത്തു, കണ്ണ് ചലിപ്പിച്ചു. ഡോക്ടറോട് പറഞ്ഞു ഇനി ചികിത്സക്ക് സാധ്യതയുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ സംഗീതം ഇങ്ങനെ പറയില്ലേ, സംഗീതമേ അമരസല്ലാപമേ. സിനിമാ പാട്ടാണെങ്കിലും ഇതാ മരിക്കാത്ത വാക്കുകൾ ഒഴുക്കാണ് സംഗീതത്തിലൂടെ. ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിലും സംഗീതമുണ്ട്. അപ്പോൾ നമ്മൾ ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിക്കുമ്പോൾ ആ സംഗീതത്തിലൂടെ നെഗറ്റീവ് എനർജി എല്ലാം മാറിപ്പോകും. സന്തോഷത്തിൻ്റെ പ്രസരിപ്പുണ്ടാകും. പ്രകൃതി ശക്തികളെ പോലും മാറ്റങ്ങൾ ഇതാ എല്ലാ സൃഷ്ടിജാലങ്ങളും ദൈവത്തെ ആരാധിക്കും. അതുകൊണ്ട് ഈ ലോക സംഗീത ദിനത്തെക്കുറിച്ച് പറഞ്ഞ് ഇവിടം വരെ എത്തി. ബൈബിളിലുള്ള സംഗീതത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകളും വരികളും എല്ലാം ഷെയർ ചെയ്യുകയായിരുന്നു. 81-ാം സങ്കീർത്തനം, 150-ാം സങ്കീർത്തനം, 100-ാമത്തെ സങ്കീർത്തനം. സ്തുതികൾ ആലപിച്ചുകൊണ്ട്, ആലപിക്കുക എന്ന് പറഞ്ഞാൽ പാടുക. കർത്താവിൻ്റെ ആലയത്തിൻ്റെ അങ്കണത്തിൽ പ്രവേശിക്കുവിനെന്നാണ് പറയുന്നത്. ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പോലും പാടിക്കൊണ്ടുവരും. ഞാൻ ഇടയ്ക്ക് ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ, കാർ ഓടിച്ച് പോകുമ്പോഴൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ട് പോകും. ചിലപ്പോൾ ആരും കൂടെ ഇല്ലെങ്കിൽ ഞാൻ ഗ്ലാസ്സൊക്കെ പൊക്കിയിട്ട് AC ഒക്കെ ഇട്ടിരുന്നിട്ട്, അപ്പോൾ ഇനി എവിടെയെങ്കിലും നിർത്തിയാലും ആർക്കും ഒരു ഇടർച്ച വേണ്ട. നമ്മുടെ വിശ്വാസം നമ്മോടെ ഇരുന്നാൽ മതി. അത് പ്രഘോഷിക്കുന്ന അവസരങ്ങളും ഉണ്ട്. അപ്പോൾ നല്ല ഒച്ചയിലൊക്കെ പാട്ടൊക്കെ പാടി ഒരു ധ്യാനം കൂടി അല്ലെങ്കിൽ ഒരു ധ്യാനിപ്പിച്ചിട്ട് പോകുന്ന അനുഭവമൊക്കെയാണ്. ഒരു യാത്രയൊക്കെ ഒരു ക്ഷീണമില്ല. അപ്പോൾ എൻ്റെ ഭാര്യ പറയും, ഈ മനുഷ്യന് മാത്രം ഒരു മടുപ്പില്ലല്ലോ, ഒരെണ്ണം കഴിഞ്ഞ് ഇപ്പോൾ വന്നേ ഉള്ളൂ, അങ്ങോട്ട് ഒഴിവ് പറയാറുന്നില്ലേ, ഈ ആൾ തന്നെയല്ലേ ഈ ഓടണേന്ന് പറയും. പക്ഷേ ഇതിൻ്റെ സീക്രട്ട് ഓഫ് മൈ എനർജി ഇതാണ്. നല്ല ഒച്ചയിൽ പാട്ടൊക്കെ പാടും, അല്ലെങ്കിൽ ഫോണിൽ ഭക്തിഗാനങ്ങൾ വെച്ച്. ചിലപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ പാടും, ചിലപ്പോൾ ഞാനത് കേൾക്കും. വാ വാ യേശുനാഥ, വാ വാ സ്നേഹനാഥ, ആയൻ ഹൃദയ
സ്നേഹമേ നീ യേശുനാഥ. വരും വിളിക്കേണ്ട പോലെ വിളിച്ചാൽ പാടേണ്ട പോലെ പാടിയ വരും. നമ്മുടെ സ്വന്തം വരികളായിട്ട് മാറണം ഈ വരികൾ. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിക്കും ദൈവം, ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരലോകനായകൻ ദൈവം. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ, അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ ആദരങ്ങളെന്തിനു നാഥ, ഈ ജീവിതമെന്തിനു നാഥ. നാഥ നിനക്കായി പാടി പാടിയൻ നാവു തളർന്നാൽ തളർന്നിടട്ടെ. നാഥ നിനക്കായി പാടി പാടിയൻ നാവു തളർന്നാൽ തളർന്നിടട്ടെ. ബഹുമാനപ്പെട്ട ഷാജി തുമ്പോച്ചെറയിൽ അച്ഛൻ്റെ ഒപ്പം ശുശ്രൂഷ ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ വരികളാണ്. എത്രയോ ആയിരക്കണക്കിന് പാട്ടുകൾ ഇന്ന് നമുക്ക് സംഭാവന തന്ന ഒരു അച്ഛനാണ്. അപ്പോൾ അച്ഛൻ്റെ ആ വരികളാണ് പാടി നാവ് തളർന്നാൽ തളർന്നിടട്ടെ. മനോഹരമായ സംഗീതം. അപ്പോൾ സംഗീതം അമരസല്ലാപമാണ്. സംഗീതത്തിലൂടെ അത്ഭുതങ്ങൾ നടക്കും, രോഗശാന്തി നടക്കും. സംഗീതത്തിലൂടെ ദൈവസ്തുതികൾ ഉതിർക്കുമ്പോൾ വചനം കിട്ടും, ബോധ്യം കിട്ടും, മറവി രോഗം മാറും, ടെൻഷൻ മാറും, ഡിപ്രഷൻ മാറും. ഇത് അനുഭവത്തിൽ നിന്നും ശുശ്രൂഷാ ജീവിതത്തിൽ നേരിട്ട് കണ്ടും ശുശ്രൂഷ ചെയ്തു കൊടുത്തും പറഞ്ഞു കൊടുത്തും വിവിധ അവസരങ്ങളിൽ പാടാൻ പറ്റിയ പാട്ടുകളുണ്ട്. പ്രഭാതത്തിൽ പാടാൻ പറ്റിയതുണ്ട്, പ്രദോഷത്തിൽ സന്ധ്യാസമയങ്ങളിൽ. ഇപ്പോൾ പ്രഭാതത്തിൽ എന്നെ സമർപ്പിച്ചു നാഥ, വാഴ്ത്തുന്നു ഞാനും ദിവ്യാവദാനം. രാത്രി കിടക്കാൻ നേരം ഞാനുറങ്ങാൻ പോകും മുൻപായി നിനക്കേകും നീതാ നന്ദി നന്നായി. ഇന്നു നീ കാരുണ്യപൂർവം കണ്ണു നിറഞ്ഞു പോവും തന്ന നന്മകൾക്കൊക്കേക്കുമായി. പിന്നെ അങ്ങനെ അപ്പോൾ തന്നതിന് നന്ദി പറയുമ്പോൾ അവന് മറക്കാൻ ദൈവത്തിന് പറ്റുമോ നന്ദി പറയുന്നവന്? കാരണം ലൂക്കാ 17 മുതൽ 19 വരെ 10 കുഷ്ഠരോഗികളിലേക്ക് യേശു സൗഖ്യം കൊടുത്തു. 9 പേര് മടങ്ങി വന്നില്ല, ഒരു വിജാതീയം മാത്രം വന്ന് ദൈവത്തെ വണങ്ങി നന്ദി പറയുകയാണ്. അപ്പോൾ ബാക്കി 9 പേര് എവിടെയെന്ന് ഈശോ ചോദിക്കാം. ഒരു വിജാതീയം മാത്രമാണ്. അതുപോലെ നമ്മൾ ഗാനത്തിലൂടെയൊക്കെ ദൈവത്തെ ഓർക്കുമ്പോൾ ആരാധിക്കുമ്പോൾ ഇരട്ടി അഭിഷേകം ശക്തി ഇങ്ങനെ തരിച്ചിറങ്ങും. നമ്മുടെ ജീർണിച്ച അവസ്ഥകൾ ശരീരത്തിൽ മാത്രമല്ല, സൈക്സോമ ന്യൂമ, ശരീരം മനസ്സ് ആത്മാവ്. അതാ നേരത്തെ പറഞ്ഞ എൻഡോർഫിൻ, ഓക്സിറ്റോക്സിൻ, ഡോപ്പമിൻ എന്നൊക്കെ പറഞ്ഞ ഹോർമോണുകളുടെ ഒരു ഫാക്ടറി നമ്മുടെ ശരീരം ആവശ്യമുള്ള രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. വെറുതെ വാരി വലിച്ചുള്ള ഗുളികയും മരുന്നും കഴിച്ച് രോഗിയായി മാറണ്ട. പിന്നെ അതിന് വേറെ ഓരോ പാർട്ട് പോയിട്ട് അതിന് വേറെ. അപ്പോൾ മരുന്ന് വേണ്ട, ചികിത്സ വേണ്ട എന്നല്ല. ഇതാ ദൈവസ്തുതി ഗാനങ്ങൾക്ക് സൗഖ്യത്തിനും അത്ഭുതങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിലെ മാലാഖമാർ നിരന്തരം ദൈവത്തെ സ്തുതിഗീതങ്ങൾ പാടി പരിശുദ്ധൻ 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 എന്ന് ആരാധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ശിക്ഷഗണം മുഴുവൻ തങ്ങൾ കണ്ട അത്ഭുത പ്രവൃത്തികളെ പറ്റി കർത്താവിന് ഓശാന പാടി. ലൂക്കാ സുവിശേഷത്തിലെ 19-37 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ നവീകരണത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ പഠിച്ചത് ഇതാണ്. ഇതാ കർത്താവിന് അത്ഭുത പ്രവൃത്തികൾ വർണ്ണിച്ചുകൊണ്ട് ശിഷ്യന്മാർ. അപ്പോൾ അടങ്ങിയിരിക്കാൻ വേണ്ടി ഫരിസേയന്മാർ പറഞ്ഞു, നിൻ്റെ ശിഷ്യന്മാരോട് അടങ്ങിയിരിക്കുക. ഈശോ പറഞ്ഞെന്താ, അവർ എന്നെ സ്തുതിക്കുന്നില്ലെങ്കിൽ കല്ലുകൾ ആർത്ത് വിളിക്കും. കല്ല് പോലുള്ള എല്ലാ ഉള്ളങ്ങളെയും
മെഴുകുപോലിന്ന് ഒരുക്കേണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരിക്കൊണ്ട് നിറയ്ക്കണമേ. കല്ലായുള്ള ഹൃദയങ്ങൾ തുറന്നിടണേ. ഹല്ലേലൂയ ഗീതം പാടാൻ നിറന്നിടണേ. കല്ലായുള്ള ഹൃദയങ്ങൾ ഒരുക്കിടണേ. ഹല്ലേലൂയ ഗീതം പാടാൻ ഒരുക്കിടണേ. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഇത് കേൾക്കുന്ന, പാടുന്ന, കൂടുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, പാട്ടിനെ ഇഷ്ടപ്പെടുന്ന, ഒരു മൂളിപ്പാട്ടെങ്കിലും പാടാത്ത ആരുമില്ല. അവരുടെ ഹൃദയങ്ങളെ ദൈവം തൊടട്ടെ. സംഗീതത്തോടുള്ള ദാഹം ശക്തമായ ദൈവസ്തുതി ആരാധനയായിട്ട്, അഭിഷേകമായിട്ട് ഉയരട്ടെ, കത്തിപ്പടരട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകട്ടെ. അത്ഭുതങ്ങളുടെ അടയാളങ്ങൾ സംഭവിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും എല്ലാ വിശുദ്ധരുടെ കൂട്ടായ്മയും മാലാഖമാരുടെ സഹായവും സംരക്ഷണവും ഉണ്ടാകട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമെങ്കിൽ ഇത് കിട്ടാത്ത, അറിയാത്ത, നിങ്ങൾക്കിത് കേട്ടാൽ പ്രയോജനമെന്ന് ദൈവം നിങ്ങളെ മനസ്സിൽ തോന്നിക്കുന്ന ആ ഗ്രൂപ്പിലോ കൂട്ടായ്മയിലോ വ്യക്തികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് പ്രേക്ഷിത വേലയിൽ പങ്കുകാരാകാം. സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള പ്രോഗ്രാമുകളും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങളുടെ ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്, നിങ്ങളുടെയും കമൻറ്റ്സും നിങ്ങൾക്കുണ്ടാവും സംഗീതത്തിലൂടെയുള്ള അനുഭവങ്ങളും ആഗ്രഹങ്ങളും. എന്നോടൊരു ഡോക്ടർ പറഞ്ഞത് കൂടെയാണ്, ഞാൻ ക്ലോസ് ചെയ്യുകയാണ്, പറഞ്ഞതാ, എനിക്ക് ഈ ജോലിനേക്കാൾ ഇഷ്ടം ഒരു പാട്ടുകാരനാകാൻ ആഗ്രഹിച്ചു, പക്ഷെ അദ്ദേഹം ഒരു ഡോക്ടറായിത്തീർന്നു. ഞാൻ പറഞ്ഞു അപ്പോഴും പാടാമല്ല. അയ്യോ ഞാൻ പാടി എല്ലാവരും എഴുന്നേറ്റ് ഓടുന്നു. അങ്ങനെ അതൊന്നുമില്ല. എല്ലാവർക്കും ദൈവം അവരുടേതായ കഴിവുകൾ, നമ്മൾ അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കരുത്. അപ്പോൾ ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.